പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. യെശയ്യാ പ്രവചനം 65 അധ്യായം 22 വാക്യം: എൻ്റെ വൃതന്മാർ തങ്ങളുടെ അധ്വാന ഫലം അനുഭവിക്കും. അവർ വൃഥാ അധ്വാനിക്കുകയില്ല, ആപത്തിനായിട്ട് പ്രസവിക്കുകയുമില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമുക്ക് തരുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം, നാം അധ്വാനിക്കുമ്പോൾ, നാം ഒരു വേല ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം തരിക മാത്രമല്ല, അത് അനുഭവിപ്പാനൂടെ ദൈവം കൃപ നൽകും. സഭാപ്രസംഗത്തിൽ ഒരു വാക്യമുണ്ട്: മനുഷ്യർ പലതും സമ്പാദിച്ചു കൂട്ടും, പക്ഷേ അത് അനുഭവിക്കുന്നത് മറ്റൊരുത്തരാ. ഈ ലോകത്തിൽ ഓടിയ ഓട്ടവും പ്രയത്നവും അധ്വാനവും അതെല്ലാം മായയെന്ന് സഭാപ്രസംഗി പറയുമ്പോൾ, ഇതാ യെശയ്യാവിലൂടെ കർത്താവ് തരുന്ന വാഗ്ദത്തം: എൻ്റെ ജനം വൃഥാ അധ്വാനിക്കത്തില്ല, എൻ്റെ വൃതന്മാരുടെ അധ്വാന ഫലം അവർ തന്നെ അനുഭവിക്കും. 128 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. ഇന്ന് രാവിലെയും പരിശുദ്ധാത്മാവ് നമ്മോട് ഓർമ്മപ്പെടുത്തുന്നതും അതുതന്നെയാണ്. ജീവിതത്തിൽ നമ്മുടെ അധ്വാന ഫലത്തെ നമുക്ക് അനുഭവിപ്പാൻ തരുന്ന നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. നമ്മുടെ കർത്താവ് മാറാത്ത ദൈവമത്രേ. നാം ഓടിയതും നാം അധ്വാനിച്ചതും വെറുതെ ആയിപ്പോയെന്ന് ഒരു നാളും വരുവാൻ ഇടവരികയില്ല. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ പ്രാർത്ഥന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും അതുതന്നെയാണ്: കർത്താവേ, എൻ്റെ ഓട്ടവും അധ്വാനവും വൃഥാവായിപ്പോയെന്ന് വരുവാൻ ഒരു നാളും ഇടവരരുത്. താൻ ദൈവസഭയ്ക്ക് വേണ്ടി ഓടിയപ്പോൾ കർത്താവിന് വേണ്ടി ഒരു വലിയ കൂട്ടത്തെ ഉയർത്തുവാൻ ദൈവം തന്നെ ബലപ്പെടുത്തി. ഇന്ന് പകൽക്കാലവും നമുക്ക് നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവിനോട് നമുക്കും അതുതന്നെ പ്രാർത്ഥിക്കാം: ദൈവമേ, ഞങ്ങൾ ഓടിയത്, ഞങ്ങൾ അധ്വാനിച്ചത് വെറുതെ ആയി പോകരുത്. നിങ്ങൾക്കറിയാമല്ലോ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഗിദെയോൻ്റെ ആ ഒരു കാലഘട്ടത്തിലെ ചരിത്രം. ഇസ്രായേൽ മക്കൾ ഉണ്ടാക്കിയ നന്മകളെ മിദ്യാന്യർ അപഹരിച്ചു കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടം. അവർ വിതച്ച് അതിനെ വളർത്തി കൊയ്ത്താകുമ്പോൾ മിദ്യാന്യർ വന്ന് എല്ലാ കൊയ്ത്തിനെയും നശിപ്പിക്കും. എല്ലാ കൊയ്ത്തിനെയും അവർ മോഷ്ടിച്ചു കൊണ്ടുപോകും. ആ കാലഘട്ടത്തിലാണ് ഒരുത്തൻ മുന്തിരിച്ചക്കിലിരുന്നു കൊണ്ട് യവക്കൊയ്ത്തിൻ്റെ കാലഘട്ടത്ത് യവം മെതിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് രാവിലെയും പ്രിയ ദൈവവൈതലേ, നിൻ്റെ അധ്വാനത്തെ അപഹരിക്കുന്ന മിദ്യാന്യ ശക്തികളെ എൻ്റെ കർത്താവ് നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. അതിൻ്റെ മേൽ നിനക്ക് ജയം തരും. നിനക്കൊരു കൊയ്ത്ത് തരിക മാത്രമല്ല, ആ കൊയ്ത്തിൻ്റെ ഫലം അനുഭവിക്കുവാൻ, ആ കൊയ്ത്തിൻ്റെ നന്മ അനുഭവിക്കാനൂടെ കർത്താവ് കൃപ നൽകുമാറാകട്ടെ. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, കർത്താവേ, ഹല്ലേലൂയ, എൻ്റെ അധ്വാനത്തിൻ്റെ ഫലം ഞാൻ അനുഭവിക്കും. ഇന്ന് പകൽക്കാലവും പലതിനു വേണ്ടി ഓടി, പലതിനു വേണ്ടി അധ്വാനിച്ച്, പലതിനു വേണ്ടി ജീവിതത്തിൻ്റെ സമയം ചെലവഴിച്ചിട്ട് ആ നന്മ അനുഭവിക്കാതെ കടന്നുപോയാൽ അത് വലിയൊരു നഷ്ടം തന്നെയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമല്ലോ, പലരും പല പ്രസ്ഥാനങ്ങളും തുടങ്ങി അതൊരു നന്മയിലേക്ക് വരുമ്പോൾ അവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. ചിലർ വീട് പണിയും, ഹല്ലേലൂയ, അത് അനുഭവിക്കുന്നതിന് മുമ്പ് മാറ്റപ്പെടാറുണ്ട്. ഹല്ലേലൂയ. പലരും ജോലിയിൽ നന്മ കൊണ്ടുവരും, ആ നന്മ അനുഭവിക്കുവാനുള്ളൊരു കൃപ അവർക്ക് ലഭിക്കാറില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഹല്ലേലൂയ ഈ ഒരു വാഗ്ദത്തപ്രകാരം നമുക്കും പ്രാർത്ഥിക്കാം: കർത്താവേ, എൻ്റെ ഓട്ടവും അധ്വാനവും വെറുതെ ആയി പോകാതെ എൻ്റെ അധ്വാനത്തിൻ്റെ ആ നന്മ അനുഭവിപ്പാൻ എനിക്കൊരു കൃപ നൽകണം. ഗിദെയോനെ പോലെ നാം ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറെങ്കിൽ, ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ തയ്യാറെങ്കിൽ, നാം വെറുതെ അധ്വാനിക്കത്തില്ല, നമ്മുടെ ഓട്ടം വൃഥാവായി പോകത്തില്ല. അതിനൊരു ഫലം ദൈവം തരും. ഒരു ഫലം തരിക മാത്രമല്ല, അത് അനുഭവിപ്പാനൂടെ ദൈവം കൃപ നൽകും. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾക്ക് മന്ന കൊടുക്കുക മാത്രമല്ല, ആ മന്ന അനുഭവിപ്പാനൂടെ ദൈവം അവരെ അനുഗ്രഹിച്ചു. ഇന്ന് രാവിലെയും നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. പ്രവാചകനായ യെശയ്യാവ് വിളിച്ചു പറയുന്നു: എൻ്റെ ജനം, എൻ്റെ വൃതന്മാർ വൃഥാ അധ്വാനിക്കത്തില്ല, അവരുടെ അധ്വാന ഫലം അവർ അനുഭവിക്കും. തുടർന്ന് പറയുന്നു: നിങ്ങൾ ആപത്തിനായി പ്രസവിക്കത്തില്ല. നിങ്ങൾ തലമുറകളെ ദൈവം നിങ്ങൾക്ക് തന്നെങ്കിൽ അത് ആപത്തിന് വേണ്ടിയല്ല, ലജ്ജയ്ക്ക് വേണ്ടിയല്ല, പിന്നെയോ നിങ്ങളുടെ തലമുറകൾ ദൈവമഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുമ്പോൾ
വേദപുസ്തകം പറയുന്നു, അങ്ങനെ യൗവനത്തിലെ മക്കളെ കൊണ്ട് തൻ്റെ ആവനാഴിക നിറച്ച മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ നഗരവാതിക്കൽ വെച്ച് ലജ്ജിച്ചു പോകത്തില്ല, ശത്രുക്കളുടെ മുമ്പാകെ നിൽക്കുമ്പോൾ ലജ്ജിച്ചു പോകത്തില്ല. പ്രിയരെ, ഇന്ന് പകൽക്കാലവും നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ തലമുറകൾ നിമിത്തം ലജ്ജിച്ചു പോകാൻ അനുവദിക്കരുതേ. ഞങ്ങളുടെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതും ആയിരിക്കട്ടെ. കർത്താവിൻ്റെ മേശയിൽ ശുശ്രൂഷിച്ച ഫിലിപ്പോസിൻ്റെ തലമുറകളെക്കുറിച്ച് ഹല്ലേലൂയ അപ്പസ്തോല പ്രവൃത്തികൾ നാം ഇങ്ങനെ വായിക്കുന്നു. ഫിലിപ്പോസിൻ്റെ മക്കൾ ഹല്ലേലൂയ പ്രവചിക്കുന്ന മക്കളായിരുന്നു. അവർ കർത്താവിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുന്നവരായിരുന്നു. ഹല്ലേലൂയ യോഹന്നാൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നു, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. നോക്ക്, തലമുറകളെക്കുറിച്ചുള്ള നന്മ അത് കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്യാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ. നിങ്ങൾക്ക് തലമുറകളെ തന്ന ദൈവം ആ തലമുറകളെ ഓർത്ത് സന്തോഷിപ്പാൻ, ആ തലമുറകളെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ നിങ്ങളെ ഇടയാക്കട്ടെ. ഇന്ന് രാവിലെയും നമുക്ക് ഈ ഒരു വാക്യം ഏറ്റുപറയാം. കർത്താവേ, ഞങ്ങളുടെ അധ്വാന ബലം അനുഭവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ തലമുറകളെ കൊണ്ട് ദൈവമുമ്പാകെയും ലോകത്തിനു മുമ്പാകെയും പ്രശംസയ്ക്ക് കാരണമായി തീരട്ടെ. ഇത് ആപത്തിനു വേണ്ടി പ്രസവിച്ചതല്ല, ഇത് ഹല്ലേലൂയ ശത്രുവിന് വേണ്ടി കൊയ്തതല്ല. ഈ നന്മ അനുഭവിപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ അവൻ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ.